Hello, welcome back to Yummy Malabar. ഇന്ന് നമ്മൾ 1 kg weight വരുന്ന ഞാൻ സെയിൽ ചെയ്യുന്ന റെഡ് വെൽവെറ്റ് കേക്കിന്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് 1 kg weight വരുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആദ്യം ബട്ടർ മിൽക്ക് ചെയ്തെടുക്കണം. അതായത് പുളിയില്ലാത്ത മോര് അതുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് 1/4 കപ്പും പ്ലസ് 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ചൂടുള്ള പാലെടുക്കുക. തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ ചൂട് ഇരുന്നാൽ മതിയാവും. എന്നിട്ട് 1 ടീസ്പൂൺ അളവിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം, അതായത് സുർക്ക ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്തെടുക്കേണ്ട സ്റ്റെപ്പ് ബട്ടർ മിൽക്ക് ചെയ്തെടുക്കാനാണ്. അത് ചെയ്തെടുത്തിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ബട്ടർ മിൽക്ക് നന്നായിട്ട് കേർഡിലായിട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കലാണ്. അപ്പോൾ ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത് ബിഗിനേഴ്സിന് കൂടി ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 250 ml കപ്പാണ്. അതിലേക്ക് ഇതേപോലെ അങ്ങ് നമുക്ക് മൈദ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ബിഗിനർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, കാരണം കേക്ക് ഉണ്ടാക്കുമ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ കറക്റ്റ് 1 കപ്പ് ഞാനിവിടെ മെഷർ ചെയ്ത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുക്കുന്നത്. ഡാർക്ക് അല്ലാത്ത കൊക്കോ പൗഡർ ആണെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ 2-3 തവണ ഒന്ന് അരിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് യോജിപ്പിച്ചെടുക്കുക. ശേഷം ഒരു ബൗളിൽ 3 മുട്ട എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 3 മുട്ട എടുക്കുക. അതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റായി വന്നാൽ ഇതിലേക്ക് 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നല്ല ക്രീമി ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മുട്ടേൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ കേക്കിൽ വരില്ല. മാത്രമല്ല കേക്ക് നല്ല സോഫ്റ്റ് ആവാനും നന്നായിട്ട് പൊങ്ങി വരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പം മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്കിതിലേക്ക് ഓയിൽ ചേർക്കണം. 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർക്കുക. അപ്പം നിങ്ങൾക്ക് അളവുകൾ ഓർത്തെടുക്കാനും നല്ല ഈസി ആയിരിക്കും. 3 മുട്ട, 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ, അതൊക്കെയാണ് ഞാൻ ചെയ്തെടുക്കുന്ന റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബീറ്റർ അങ്ങ് ഓഫ് ചെയ്യാം. ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലുള്ള റബ്ബറിൻ്റെ സ്പാച്ചുല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെയിറ്റ് കുറഞ്ഞ ഒരു മരത്തിൻ്റെ ഒരു തവി യൂസ് ചെയ്തിട്ട് നിങ്ങൾ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ബീറ്റർ വെച്ചിട്ട് പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ബീറ്റർ വെച്ചിട്ട് ഒട്ടും തന്നെ മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഹാർഡായിട്ട് വരും. മാത്രമല്ല ഓവർ മിക്സ് ആയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നമ്മുടെ കേക്കിൽ വരും. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം മിക്സ് ചെയ്യുമ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആദ്യം ചെയ്തു വെച്ച ബട്ടർ മിൽക്കും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റെഡ് ഫുഡ് കളർ ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഷുഗറിൻ്റെ റെഡ് കളറും നല്ല കളറാണ്. ഈ കളർ യൂസ് ചെയ്താൽ നമുക്ക് നല്ലൊരു റെഡ് കളറായിട്ട് നമ്മുടെ കേക്ക് കിട്ടും. വേറെ ബ്രാൻഡ് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഈ 2 ബ്രാൻഡാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കളർ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3-4 ഡ്രോപ്സ് കളർ ചേർക്കുന്നുണ്ട്, നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കളർ വേണമെങ്കിൽ ഇത്രയും ചേർക്കണമെന്നില്ല. ഇനി നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിന് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ടെക്സ്ചറും നല്ലൊരു റെഡ് കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടൊരു ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ എടുക്കുക, അതായത് അപ്പക്കാരം. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനീഗർ അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി. അത് ചേർത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാതെ ചെയ്തെടുക്കുന്ന കേക്കുകളിൽ നമ്മൾ ഈ ടെക്നിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഏത് കേക്കിനും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം.
അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റിലും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായിട്ട് വരും. ഞാനിതിൽ കാണിച്ചു തരാം. നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് നമുക്ക് 40 മിനിറ്റ് വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പാനിൽ കാണിക്കുന്ന വീഡിയോ മിസ്സായി പോയിട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാനിൽ ബേക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത എല്ലാം വിത്തൗട്ട് ഓവനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ റെസിപ്പി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പാനിൽ ബേക്ക് ചെയ്യാമെന്ന് മനസ്സിലാകും. നമ്മൾ ഇട്ട എല്ലാ കേക്ക് വീഡിയോസിലും അത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഞാനിവിടെ ലെയറാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 1 kg റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പിന് അടുപ്പിച്ചിട്ടാണ് ക്രീം എടുത്തിട്ടുള്ളത്. ഫിയോണ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഡെക്കറേഷനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് 1.5 കപ്പ് വേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് അധികം ഓവറായിട്ട് ഡെക്കറേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.25 to 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ മതിയാകും. ഞാനിപ്പം ഏകദേശം ഒരു 1.5 കപ്പിൻ്റെ അടുത്ത് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ശരി, നമുക്ക് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം ക്രീം സ്റ്റിഫ് പീക്സ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ കേക്ക് അസംബിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ അസംബിൾ ചെയ്യുന്ന രീതിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. നമ്മൾ എല്ലാ വീഡിയോസിലും ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറും നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 1 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. അതിന് ചൂട് മാറിയതിന് ശേഷമാണ് നമ്മൾ കേക്കിലേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇനി കേക്കെല്ലാം മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ കേക്ക് ഇവിടെ മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. റെഡ് വെൽവെറ്റ് ആയതിൻ്റെ പേരിൽ നമുക്ക് അധികം ഫിനിഷിംഗ് ആയിട്ട് ഷാർപ്പ് എഡ്ജ് ഒന്നും ചെയ്തെടുക്കണം എന്നില്ല. ജസ്റ്റ് ഒന്ന് ഫിനിഷ് ആയാൽ മതി. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ ക്രംസ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ പേരെഴുതാനുള്ള ഭാഗം ഒന്ന് മാറ്റി, അതായത് ക്രംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രംസ് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട്, അതായത് കേക്കിൻ്റെ മുകൾ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയല്ലോ, ആ ഭാഗം ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതാണ് ഇതിന് മുകളിൽ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ കേക്ക് ക്രംസ് എല്ലാം ഡസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെയിം എഴുതി കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ബോർഡറൊക്കെ വേണമെങ്കിൽ അത് വരച്ച് കൊടുക്കാം. ഞാൻ റൊസറ്റ് നോസിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ കേക്കിൻ്റെ റെസിപ്പി. എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്